ഹായ് കൃഷി ആപ്പ് ട്യൂട്ടോറിയലിൻ്റെ ഒന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ബേസിക്കലി നമ്മൾ പ്രൊജക്റ്റ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യണം. സോ നമ്മൾ യു ഐ ഡിസൈൻ നമ്മുടെ കയ്യിലുണ്ട്. സോ ഇതാണ് നമ്മുടെ യു ഐ ഡിസൈൻ. സോ സ്ട്രൈറ്റ് നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ യൂസർ ഇൻ്റർഫേസ് ഉണ്ട്. സോ ഈ യൂസർ ഇൻ്റർഫേസ് വെച്ചിട്ട് ഈ യൂസർ ഇൻ്റർഫേസ് ഫസ്റ്റ് ബിൽഡ് ചെയ്യും. അതായത് ഇതിനൊന്നും ആക്ഷൻ ഉണ്ടാവില്ല, മീൻസ് ആക്ഷൻസ് ഒന്നും കൊടുക്കില്ല. പക്ഷേ ഈ ഒരു യൂസർ ഇൻ്റർഫേസ് ലേഔട്ടൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഡിസൈൻ ചെയ്തിടും. എന്നിട്ട് നമുക്ക് ഇതിനെ ബാക്ക് എൻഡിലോട്ട് കണക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ API എന്ന് പറയും. നമ്മൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് API കാര്യങ്ങൾ ലഭിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിനൊക്കെ ഫങ്ഷണാലിറ്റീസ് കൊടുക്കും. സോ ജസ്റ്റ് പ്രോട്ടോടൈപ്പ് UI ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി UI നമ്മുടെ കയ്യിലുണ്ട്. ജസ്റ്റ് ഡയറക്റ്റ് ജമ്പ് ഓൺ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ട്യൂട്ടോറിയലിൽ കവർ ചെയ്യുന്നത് ഈ ഒരു സ്പ്ലാഷ് സ്ക്രീൻ ജനറേഷൻ. ഈ ഒരു ആപ്പ് തുറക്കുമ്പോൾ ഈ ഒരു സ്പ്ലാഷ് സ്ക്രീൻ കാണിക്കും. എന്നിട്ട് ഈ ഒരു സ്ക്രീനിലോട്ട് പോകും, സെക്കൻഡ് സ്ക്രീനിലോട്ട്. ആക്ച്വലി സെക്കൻഡ് സ്ക്രീനിൻ്റെ ഡിസൈന് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായില്ല, അത് നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും. സോ ആക്ച്വലി ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ ലോഗോ. സോ ഈ ലോഗോ ഞാൻ ഈ Adobe XDക്ക് അകത്തുനിന്ന് ഒരു SVG ഫയലായിട്ട് ഇവിടെ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ഇറ്റ്. ഇതാണ് ആ ഫയല്. സോ ഈ ഫയൽ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലോട്ടൊക്കെ ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ സംഭവം ഇവിടെ ഉണ്ട്. സോ ഡയറക്റ്റ് നമുക്ക് കോഡിങ്ങിലോട്ട് കിടക്കാം. സോ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇവിടെ ഓപ്പൺ ആണ്. സോ ഐ ജസ്റ്റ് ക്രിയേറ്റ് എ ന്യൂ പ്രോജക്റ്റ് empty ആക്ടിവിറ്റി വെച്ചിട്ട് നെക്സ്റ്റ് ഞാനിതിന് കൃഷി എന്ന പേരെടുത്തു. സോ com.krishi.app എന്ന് പറഞ്ഞു. സോ ഞാനിത് സേവ് ചെയ്യുന്ന ഭാഗത്ത് ഗിറ്റ്ഹബിൽ കൃഷിക്കകത്ത് റെപ്പോ. സോ അതിൻ്റെ അകത്താണ്. ലാംഗ്വേജ് ഞാൻ ഒബ്വിയസ്ലി ജാവ. സോ മിനിമം API നമ്മൾ 5.0 എബോവ് സപ്പോർട്ടാണ്. മിനിമം 5.0 ആൻഡ് എബോവ്. സോ ഐ ജസ്റ്റ് ക്ലിക്ക് ഫിനിഷ്. പ്രൊജക്റ്റ് ബിൽഡ് ആവാൻ വേണ്ട ടൈം കൊടുക്കുക. ആക്ച്വലി നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ റൺ ആവുന്നുണ്ട്. ഓക്കെ, സോ ആക്ച്വലി നമ്മുടെ പ്രൊജക്റ്റ് റൺ ആയിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് റൺ ദ പ്രോഗ്രാം. സോ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്ത് ജസ്റ്റ് റൺ ചെയ്യുകയാണ്. ഓക്കെ, സോ അത് റൺ ചെയ്യുന്ന മീൻ ടൈമിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. സോ ഒരു empty ആക്ടിവിറ്റി ഉണ്ട്. സോ ഒരു empty ലേഔട്ട് ഇവിടെ ഉണ്ട്. സോ ഓക്കെ, സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിൽ. സോ ബേസിക്കലി നമുക്ക് വേണ്ടതും ഈ ഒരു മെയിൻ ആക്ടിവിറ്റി തന്നെയാണ്. സോ ഈ ഒരു മെയിൻ ആക്ടിവിറ്റീനെ പിടിച്ചിട്ട് നമുക്ക് സ്പ്ലാഷ് സ്ക്രീൻ ആക്കാം. സോ ഈ ഒരു ആപ്പ് തുറക്കുമ്പോൾ ഈ ഒരു മെയിൻ ആക്ടിവിറ്റി ഡിസ്പ്ലേ ചെയ്യും. സോ ഒരു 4 to 5 ഒരു 2 or 3 സെക്കൻഡ്സ് ആ ഒരു ആക്ടിവിറ്റി ഡിസ്പ്ലേ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്കത് അങ്ങ് ഡിസേബിൾ ചെയ്ത് പോകണം. ഓക്കെ, അതാണ് വേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു മെയിൻ ആക്ടിവിറ്റി എന്നുള്ള പേര് മാറ്റിയിട്ട് ഇതിനെ സ്പ്ലാഷ് ആക്ടിവിറ്റി എന്നാക്കണം. സോ ക്ലാസ് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യും. എന്നിട്ട് റീഫാക്ടർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടീൻ്റെ താഴെ നമുക്ക് റീനെയിം ഉണ്ട്. സോ ഈ മെയിൻ ആക്ടിവിറ്റി എന്നുള്ള ഈ ഒരു ക്ലാസ് നമ്മുടെ പ്രോഗ്രാമിൽ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. സോ ബേസിക്കലി ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവുക മെയിൻ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റിൻ്റെ അകത്ത് ഉണ്ടാവും. പിന്നെ ആക്ടിവിറ്റി മെയിൻ്റെ അകത്ത് കോണ്ടെക്സ്റ്റ് എന്നുള്ള സ്ഥലത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ ഇത് ഈ ഒരു സിംഗിൾ ആക്ടിവിറ്റി ആയതുകൊണ്ടാണ്.
മേ ബി സ്റ്റാർട്ട് ആക്ടിവിറ്റി വെച്ചാണ്ട് വേറൊരു ആക്ടിവിറ്റിയിൽ നിന്ന് ഈ ആക്ടിവിറ്റിയിലോട്ട് കണക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഇത് മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഒരു ലോഗിൻ ആക്ടിവിറ്റി ആണെങ്കിൽ ചിലപ്പോൾ സ്പ്ലാഷ് കഴിഞ്ഞിട്ട് പിന്നെ ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്ന് നാവിഗേഷൻ ചെയ്യുന്നുണ്ടാവും. സോ അങ്ങനത്തെ കേസസിലാണ് ഈ ഒരു സംഭവം വരിക. സോ അപ്പോൾ എവിടെയൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ പേര് മാറ്റുന്നതിന് വേണ്ടിയാണ് റീഫാക്ടറിൻ്റെ അകത്ത് റീനെയിം കൊടുക്കുന്നത്. ഓക്കെ, റീഫാക്ടറിൻ്റെ അകത്ത് റീനെയിം കൊടുക്കുക. ഇത് മാറ്റിയിട്ട് നമ്മൾ സ്പ്ലാഷ് ആക്ടിവിറ്റി എന്ന് കൊടുത്തു. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ ആപ്പ് ഇവിടെ റൺ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ ആപ്പ് ഇവിടെ റണ്ണിങ് ആണ്, അപ്പ് ആൻഡ് റണ്ണിങ് ആണ്. സോ സ്പ്ലാഷ് ആക്ടിവിറ്റി, അതുപോലെ ഈ ആക്ടിവിറ്റി അണ്ടർസ്കോർ മെയിനും ഇതിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. സോ ഷിഫ്റ്റ് F6 ഷോർട്ട് കട്ട് ഉണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഫയലിൻ്റെ പേര് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീഫാക്ടറിൽ റീനെയിം ആക്ടിവിറ്റി മെയിൻ മാറ്റിയിട്ട് നമുക്ക് ആക്ടിവിറ്റി സ്പ്ലാഷ് എന്ന് കൊടുക്കാം. സോ മേലെ ആക്ടിവിറ്റി അണ്ടർസ്കോർ മെയിൻ ഡോട്ട് XML മാറിയിട്ട് ആക്ടിവിറ്റി സ്പ്ലാഷ് ഡോട്ട് XML വരും. സോ കണ്ടോ, അതുപോലെ വന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് ഡിസൈനിങ്ങിലോട്ട് ജമ്പ് ചെയ്യാം, കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. സോ ആക്ടിവിറ്റി സ്പ്ലാഷ്, സോ ബേസിക്കലി ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി. സോ ഐ ജസ്റ്റ് ഡിലീറ്റ് ദ ടെക്സ്റ്റ് വ്യൂ. ഓക്കെ, സോ നമ്മുടെ ആപ്പ് ഇവിടെ അപ്പ് ആൻഡ് റണ്ണിങ് ആണ്. പക്ഷേ ഈ ഒരു ടൂൾ ബാർ ഭയങ്കര അനോയിങ് ആണ്, ഇത് നമുക്ക് ശരിക്കും ആവശ്യമില്ല. സോ ഈ ഒരു ടൂൾ ബാർ റിമൂവ് ചെയ്യണം. സോ ടൂൾ ബാർ റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ നമ്മുടെ റിസോഴ്സസിൽ വാല്യൂസിൻ്റെ അകത്ത് തീംസ് ഡോട്ട് XML എന്ന് പറഞ്ഞ ഈ ഒരു ഫയൽ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ആക്ച്വൽ ആപ്പിൻ്റെ തീം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ആക്ച്വലി ഈ ഒരു ടൂൾ ബാർ നമ്മുടെ ആപ്പിൻ്റെ തീമിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, ഇത് നമ്മുടെ ലേഔട്ടിൽ ഡിസൈൻ ചെയ്യുമ്പോൾ വരുന്നതല്ല, ഇൻസ്റ്റഡ് ഒരു ആപ്പിൻ്റെ തീമിൻ്റെ കൂടെ പ്രീ ബിൽഡായിട്ട് വരുന്നു. സോ ഇത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് തീം ഡോട്ട് XMLലോട്ട് പോവാം. എന്നിട്ട് ഇവിടെ ഈ ഡേ നൈറ്റ് ഡാർക്ക് ആക്ഷൻ ബാർ ഉള്ളത് ഞാനിവിടെ ലൈറ്റ് ഡോട്ട് നോ ആക്ഷൻ ബാർ എന്നാക്കി. ഓക്കെ, സോ ഞാനിത് ലൈറ്റ് ഡോട്ട് നോ ആക്ഷൻ ബാർ എന്നാക്കി. സോ ഈ ഒരു സെയിം സാധനം ഞാൻ നൈറ്റ് മോഡിലും, അതായത് നൈറ്റ് മോഡിലും ഈ ഒരു സാധനം ഡേ നൈറ്റ് ഡാർക്ക് ആക്ഷൻ ബാർ മാറ്റിയിട്ട് ലൈറ്റ് നോ ആക്ഷൻ ബാർ എന്നാക്കി. ഓക്കെ, എന്നിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, സോ ഈ ഒരു ടൂൾ ബാർ പ്രോപ്പർലി ഡിസപ്പിയർഡ് ആവേണ്ടതാണ്. ഓക്കെ, സോ നമുക്ക് ബാക്കി UI ഡിസൈൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആക്ച്വലി ആ ഒരു ഇത് ഡിസപ്പിയർഡ് ആണ്, കാണാനില്ല, ബ്ലാങ്ക് സ്ക്രീനാണ്. ഓക്കെ, നമുക്ക് ബാക്കി ഈ ഒരു സ്പ്ലാഷ് സ്ക്രീനിൻ്റെ ഡിസൈനിലോട്ട് കിടക്കാം. സോ ബേസിക്കലി നമ്മുടെ സ്പ്ലാഷ് സ്ക്രീനിന് ഒരു ഗ്രീനിഷ് ബാക്ക്ഗ്രൗണ്ട് ആണ് ഉള്ളത് അല്ലേ, ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. സോ ഞാൻ ഈ ഒരു ഇതിൻ്റെ കളർ കോഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു കളറാണത്. സോ ഇതാണ് ഈ ഒരു കളറിനെ ഞാൻ നമ്മുടെ ആപ്പിൻ്റെ അകത്ത് പോയിട്ട് ആക്ടിവിറ്റി സ്പ്ലാഷാണ് ഒബ്വിയസ്ലി നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. സോ എൻ്റയർ ഈ ഒരു ആക്ടിവിറ്റീൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഗ്രീൻ ആക്കണം, ഈ എൻ്റയർ ആപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ആക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് മോഡിലോട്ട് പോവാം. സോ നമുക്ക് കോഡും കാണാൻ പറ്റും, UIയും കാണാൻ പറ്റും. സോ ഇവിടെ ഒരു കൺസ്ട്രെയിൻ ലേഔട്ട് ഓൾറെഡി ഉണ്ട്. സോ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. സോ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഈ കളർ കോഡ് പേസ്റ്റ് ചെയ്താൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ ഗ്രീൻ ആയി. ഓക്കെ, സോ ബേസിക്കലി അത്രയേ ഉള്ളൂ. സോ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ സ്പ്ലാഷ് സ്ക്രീൻ ആഡ് ചെയ്യണം. സോ ആദ്യം ഈ ഒരു ഇമേജ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ അകത്തോട്ട് അവൈലബിൾ ആക്കണം, വിച്ച് മീൻസ് ആ ഒരു ഇമേജിനെ ഈ പ്രൊജക്റ്റിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. സോ ജനറലി ഒരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് പ്രൊജക്റ്റിൻ്റെ അകത്ത്, നേറ്റീവ് ആൻഡ്രോയിഡ് പ്രൊജക്റ്റിൻ്റെ അകത്ത് ഇമേജസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഡ്രോയബിൾ എന്നുള്ള ഫോൾഡറിൻ്റെ അകത്തായിരിക്കും. ഓക്കെ, സോ ഞാൻ ഈ ഡ്രോയബിൾ ഫോൾഡർ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് രണ്ട് ഫയൽ നമുക്ക് കാണാൻ പറ്റും, IC ലോഞ്ചർ, IC ബാക്ക്ഗ്രൗണ്ട്, ഫോർഗ്രൗണ്ട്. സോ ബേസിക്കലി ഇതെന്ന് പറഞ്ഞാൽ ആപ്പിൻ്റെ ഐക്കണാണ്, ആപ്പ് ഐക്കണാണ് ഈ രണ്ടെണ്ണം വരുന്നത് ബൈ ഡിഫോൾട്ട്. സോ ഇതിലോട്ട് നമ്മുടെ ഈ ഒരു ആപ്പ് ലോഗോ കൂടി ഇമ്പോർട്ട് ചെയ്യണം. സോ ഇതൊരു വെക്ടർ ഫയലാണ്, ദിസ് ഈസ് എൻ SVG ഫയൽ. ഓക്കെ, ഇതൊരു SVG ഫയലാണ്. സോ ഒരു SVG ഫയൽ ഈസ് എ വെക്ടർ ആസെറ്റ് ഫോർ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, ഇറ്റ്സ് എ വെക്ടർ ആസെറ്റ്. സോ ഞാൻ എന്ത് ചെയ്യും, ഈ ഡ്രോയബിൾ റൈറ്റ് ക്ലിക്ക് ചെയ്യും, ന്യൂ
വെക്ടർ അസറ്റ്. ഓക്കെ, ഒരു വെക്ടർ അസറ്റ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡ്രോയബിൾ ഫോൾഡർ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ന്യൂ വെക്ടർ അസറ്റ് ക്ലിക്ക് ചെയ്തു, വെക്ടർ അസറ്റ് എടുത്തു. സോ ഇവിടെ ക്ലിപ്പാർട്ട് എന്ന് പറയും. ക്ലിപ്പാർട്ട് എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ബൈ ഡിഫോൾട്ട് ഒരുപാട് ഐക്കൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഐക്കൺസ് ബൈ ഡിഫോൾട്ട്. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി തേർഡ് പാർട്ടി സൈറ്റോ കാര്യങ്ങളോ ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് വേണ്ടത് ഫ്രം ഫയലാണ്. നമ്മുടെ കയ്യിൽ ഫയലുണ്ട്. സോ ഫയൽ എന്ന് പറയുന്ന ഫയലിൻ്റെ പാത്ത് ഇവിടെ നിന്ന് ബ്രൗസ് ചെയ്യാം. റെപ്പോയ്ക്കകത്ത് റോ അസറ്റ്സ് സ്പ്ലാഷിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ റോ അസറ്റ്സ്. ഓക്കെ, കണ്ടോ ഇവിടെ വൈറ്റ് ഇയർ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഈ സൈസൊക്കെ ഞാൻ അതുപോലെ തന്നെ ലീവ് ചെയ്യും, നോ ഇഷ്യൂസ്. സോ ഞാൻ നെക്സ്റ്റ് എടുക്കുന്നു, ICAppLogo.xml ആയിട്ട് നമ്മുടെ ലോഗോ ഇവിടെ വന്നു. ഓക്കെ, XML ഫയൽ ഈക്വലൻ്റ് ലോഗോ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ആ ഒരു സാധനം ഇതിലോട്ട് ആഡ് ചെയ്യണം. സോ അതിന് വേണ്ടി സിമ്പിളായിട്ട് ഈ ഒരു ഡിസൈനിലോട്ട് പോയിട്ട് ഇവിടെ ഇമേജ് വ്യൂ ഉണ്ട്. ഈ ഇമേജ് വ്യൂ നേരെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യും. സോ അപ്പോൾ ഇയാൾ പിക്ക് എ റിസോഴ്സ് എന്ന് പറയും. സോ ഒബ്വിയസ്ലി ICAppLogo സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആളിവിടെ വരും. സോ ബേസിക്കലി ഇവിടെ ഒരു റെഡ് എറർ കാണാം, ഒരു വാർണിംഗ് എറർ കാണാം. എല്ലായിടത്തും മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. സോ ബേസിക്കലി ഇതെന്താ, മിസ്സിംഗ് കൺസ്ട്രെയിൻസ് ഇൻ കൺസ്ട്രെയിൻ ലേഔട്ട്. ദിസ് വ്യൂ ഈസ് നോട്ട് കൺസ്ട്രെയിൻ, വിച്ച് മീൻസ് ഇതൊരു കൺസ്ട്രെയിൻ ലേഔട്ടാണ്. കൺസ്ട്രെയിൻ ലേഔട്ടിൽ വ്യൂസ് പൊസിഷൻ ചെയ്യുന്നത് അതിൻ്റെ കൺസ്ട്രെയിൻസ് വെച്ചിട്ടാണ്, അറ്റ്ലീസ്റ്റ് 2 കൺസ്ട്രെയിൻ വെച്ചിട്ടാണ്. സോ ഇതിന് കൺസ്ട്രെയിൻ കൊടുക്കണം, ഇത് ഈ ഒരു ലേഔട്ടിൽ എവിടെ കറക്റ്റ് പൊസിഷൻ ചെയ്യണം. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ പൊസിഷൻ വെക്കുന്നതിനോട് മീനിങ് ഇല്ല, കാര്യം പുള്ളിക്ക് അറിയില്ല ഇതിനെ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. സോ കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യണം, അറ്റ്ലീസ്റ്റ് 2 കൺസ്ട്രെയിൻ ആണ്. ഇപ്പോൾ 2 കൺസ്ട്രെയിൻസ് ആഡ് ചെയ്താൽ ഈ ഒരു വാർണിംഗ് പോകും. ഓക്കെ, സോ ഈ കൺസ്ട്രെയിൻ ഞാൻ ആഡ് ചെയ്തു. സോ ഫോഴ്സ് റീഫ്രഷ് ലേഔട്ട്. സോ ആ ഒരു വാർണിംഗ് പോയിട്ട് ഇപ്പോൾ എന്തായി, മീൻസ് എറർ പോയിട്ട് ഇപ്പോൾ വാർണിംഗ് ആയി, റെഡ് മാറി യെല്ലോ ആയി, വിച്ച് മീൻസ് 2 കൺസ്ട്രെയിൻ ഡിഡ് ഇനഫ്. ഓക്കെ, ഇനിയിപ്പോൾ സെൻറ്റർ ചെയ്യാൻ വേണ്ടി 4 കൺസ്ട്രെയിൻ കൊടുത്താൽ പുള്ളിക്കാരൻ 4 ഭാഗത്തുനിന്നും ഒരുപോലെ സ്ട്രെച്ച് ചെയ്യും. അപ്പോൾ പുള്ളിക്കാരൻ സെൻറ്ററിലോട്ട് അങ്ങ് നിന്നോളും. ഓക്കെ, സോ ബേസിക്കലി ഇതാണ് നമ്മുടെ സ്പ്ലാഷിൻ്റെ ഡിസൈൻ. ഓക്കെ, ഞാൻ ജസ്റ്റ് റൺ ചെയ്യാം. ബേസിക്കലി എന്ത് ചെയ്തു, ആ ഒരു സ്ക്രീനിൻ്റെ സെൻറ്ററിൽ നമ്മുടെ സാധനം അപ്പിയേർഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സ്പ്ലാഷിൻ്റെ ഡിസൈനിങ് ഈസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകണം. സോ അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകണമെങ്കിൽ നമ്മൾ അടുത്തൊരു ആക്ടിവിറ്റി അവിടെ ഉണ്ടാക്കണം. സോ നമുക്കിവിടെ ഒരു ആക്ടിവിറ്റി ഇല്ല. സോ ബേസിക്കലി നമ്മൾ അടുത്ത സ്ക്രീൻ എന്ന് പറയുന്നത് ലോഗിൻ ആണ്, അല്ലേ? ലോഗിൻ ആണ്. അപ്പോൾ ലോഗിനിലോട്ട് പോകാനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇവിടെ ഒരു പുതിയ ആക്ടിവിറ്റി, ഈ ഒരു പാക്കേജിൽ പുതിയ ആക്ടിവിറ്റി ഉണ്ടാക്കാം. പാക്കേജ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ആക്ടിവിറ്റിക്കകത്ത് എംപ്റ്റി ആക്ടിവിറ്റി എടുക്കുക. സോ ഈ മെയിൻ ആക്ടിവിറ്റി മാറ്റിയിട്ട് ലോഗിൻ ആക്ടിവിറ്റി. ഓക്കെ, ലോഗിൻ ആക്ടിവിറ്റി ആണ് ജാവ ഫിനിഷ്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്തു, ഒരു ലോഗിൻ ആക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, ഈ ഒരു ലോഗിൻ ആക്ടിവിറ്റി ഇവിടെ ബിൽഡ് ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു സ്പ്ലാഷ് ആക്ടിവിറ്റി എന്ന് വേണം ഈ ഒരു ലോഗിൻ ആക്ടിവിറ്റിയിലോട്ട് പോകാൻ ആഫ്റ്റർ എ ഫ്യൂ സെക്കൻഡ്സ്, അല്ലേ? സോ എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ സം കൈൻഡ് ഓഫ് കോഡ് എഴുതണം. സോ ഒരു പ്രോഗ്രാമിൻ്റെ എൻട്രി പോയിന്റ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റീൻ്റെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഓൺ ക്രിയേറ്റ് ആണ്. ഓൺ ക്രിയേറ്റിൽ എന്ത് ചെയ്യും, ഈ ഒരു കണ്ടന്റ് സെറ്റ് ചെയ്യും. ആ ഒരു നമ്മൾ ഡിസൈൻ ചെയ്ത UI സ്ക്രീനിലോട്ട് സെറ്റ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. സോ ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്, ഷോ ആക്ടിവിറ്റി ഫോർ few seconds and go to login activity, അല്ലേ? ലോഗിൻ ആക്ടിവിറ്റിയിലേക്ക് പോകണം. സോ ഇതാണ് നമുക്ക് വേണ്ട ടാസ്ക്. സോ എങ്ങനെ ചെയ്യാൻ പറ്റും, അപ്പോൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതൊരു ഒബ്വിയസ്ലി നമുക്ക് വേണ്ടത് ഇത്ര സെക്കൻഡ്സ് കഴിഞ്ഞാൽ അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകണം. സോ ഐ ക്യാൻ ജസ്റ്റ് ഗൂഗിൾ, സോ നമുക്ക് ജസ്റ്റ് ക്രോം തുറക്കാം, എന്നിട്ട് അതങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, എല്ലായ്പ്പോഴും എല്ലാ കോഡും നമ്മൾ അറിഞ്ഞിരിക്കണമെന്നില്ല. സോ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, സ്റ്റാർട്ട് ആക്ടിവിറ്റി ആഫ്റ്റർ 5 seconds ആൻഡ്രോയിഡ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം. ഞാൻ വീഡിയോ തുറക്കുന്നില്ല, നമുക്ക് സ്റ്റാക്ക് ഓവർഫ്ലോയിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഐ ജസ്റ്റ് ഓപ്പൺ ഇറ്റ്. സോ ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ വൺ ഹാവ് ആസ്ക്ഡ്. നോക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ആൻസർ നോക്കാം. ഓക്കെ, സോ അതാ ഇവിടെ സംഭവം കോഡ് ഉണ്ട് പുള്ളിക്കാരൻ്റെ.
ഇവിടെ കണ്ടോ സെറ്റ് കണ്ടന്റ് വ്യൂ കഴിഞ്ഞിട്ട് ഇത് പുള്ളിക്കാരൻ എന്താ വ്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നതാ. പക്ഷെ ഇത് നമുക്ക് വേണ്ട. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വേണ്ടോ ഈ ന്യൂ ഹാൻഡ്ലർ ഡോട്ട് പോസ്റ്റ് ഡിലേഡ്, ഇത്രയും കോഡ് ബ്ലോക്ക് നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, സോ വി ക്യാൻ യൂസ് ദിസ്. ഈ ടൈം ഔട്ട് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാറ്റിക് വേരിയബിളാണ്, ടൈം ടു ലോഞ്ച് ടു അനദർ ആക്ടിവിറ്റി. സോ ഈ ഒരു കോഡ് ഇതുപോലെ ഞാൻ കോപ്പി ചെയ്യാണ്. കോപ്പി ദിസ് കോഡ് ആൻഡ് ഇവിടെ ക്ലാസ്സിൽ മെത്തേഡിലല്ല, ഈ ഒരു മെത്തേഡിലല്ല, ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്താണ് ഈ സ്കോപ്പ് കണ്ടോ, ഈ ഒരു ടൈം ഔട്ടിലെ സ്കോപ്പ് കണ്ടോ, ഈ ആക്ടിവിറ്റീൻ്റെ മെയിൻ ആക്ടിവിറ്റി പറഞ്ഞ ക്ലാസിൻ്റെ പ്രൈസിൻ്റെ അകത്താണ് ടൈം ഔട്ട് ഉള്ളത്. അതായത് ഈ ക്ലാസ്സിലെ ഗ്ലോബൽ ഒബ്ജക്റ്റ് ആണിത്. ഈ ഒരു ഓൺ ക്രിയേറ്റിൻ്റെ അകത്തിട്ടാൽ ഈ ഒരു ഓൺ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ഈ ടൈം ഔട്ട് വിസിബിൾ ആവൂ. സോ ഞാനിത് ഇതുപോലെ കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ബിലോ ദ ക്ലാസ് നെയിമിൻ്റെ താഴെ ടൈം ഔട്ട് എന്ന് പറഞ്ഞിട്ടു ആൻഡ് ഐ വിൽ കോപ്പി ദ റെസ്റ്റ് ഓഫ് ദ കോഡ്. ഓക്കെ, ന്യൂ ഹാൻഡ്ലർ ഡോട്ട് പോസ്റ്റ് ഡിലേറ്റ്, അങ്ങനെ ആ ഒരു കോഡുണ്ട്. സോ ഐ വിൽ ജസ്റ്റ് ഡയറക്റ്റ്ലി കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ്ലി കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ എറർ വരുന്നുണ്ടോ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അടിയിൽ അണ്ടർലൈൻ വരുന്നത്, വിച്ച് മീൻസ് സംതിങ് ഇമ്പോർട്ട് ചെയ്താൽ ഈ ഒരു ഇഷ്യൂ പോകുന്നുള്ളതാണ്. ജസ്റ്റ് ആൾട്ട് എൻ്റർ പ്രസ് ചെയ്യാം, ആൾട്ട് പ്ലസ് എൻ്റർ ആൻഡ് ക്ലിക്ക് ഇമ്പോർട്ട് ക്ലാസ്. ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഹാൻഡ്ലർ ആൻഡ്രോയിഡ് OS എന്ന് വരും. ജസ്റ്റ് ഇമ്പോർട്ട് പ്രസ് ചെയ്യാം. അതുപോലെ ഇവിടെ ഇൻഡൻറ്റ് എന്ന് വരും. സോ ഇൻഡൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ പുതിയൊരു ആക്ടിവിറ്റിയിലോട്ട് ഒരു ആക്ടിവിറ്റിയിലോട്ട് പോകുന്നത്. സോ ആൾട്ട് എൻ്റർ പ്രസ് ചെയ്താൽ മതി. അവിടെ മൗസ് വെച്ചിട്ട് ആൾട്ട് എൻ്റർ. സോ ഇൻഡൻറ്റ് ഫസ്റ്റ് പാരാമീറ്റർ കറണ്ട് ക്ലാസ് ആണ്. സോ നമുക്ക് ഇവിടെ മെയിൻ ആക്ടിവിറ്റി നല്ല ക്ലാസിൻ്റെ പേര്, ആക്ച്വലി അത് സ്പ്ലാഷ് ആക്ടിവിറ്റി ആണ്. അങ്ങനെ മാറ്റിയാൽ ആ ഒരു എറർ ഡിസപ്പിയർഡ് ആവും. സോ ആക്ടിവിറ്റി 2 അത് നമുക്ക് പോകേണ്ട ആക്ടിവിറ്റി ആണ്. സോ ഇവിടെ അത് ലോഗിൻ ആക്ടിവിറ്റി നോക്കിയാൽ ആ ഒരു എറർ പോകും. ഓക്കെ, ഈ ഒരു ഫിനിഷ് എന്ന് പറഞ്ഞ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് സ്റ്റാർട്ട് ആക്ടിവിറ്റി ഓഫ് 5 എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഗിൻ ആക്ടിവിറ്റി സ്ക്രീനിൽ അപ്പിയർഡ് ആവും. സോ അത് കഴിഞ്ഞിട്ട് ഫിനിഷ് എന്ന് വിളിക്കുന്നുണ്ട്. ആക്ച്വലി ഫിനിഷ് എന്താ, ഫിനിഷ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു സ്പ്ലാഷ് സ്ക്രീന് ബാക്ക് അടിക്കുമ്പോൾ ഒന്നും വരേണ്ട കാര്യമില്ല. സോ ഐ വിൽ ജസ്റ്റ് ഷോ ദ എക്സാമ്പിൾ. ഞാൻ ഇത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനിവിടെ പർപ്പസ് ഇല്ല, ഞാൻ ജസ്റ്റ് ആപ്പ് റൺ ചെയ്യാം. സോ ആപ്പ് റണ്ണായി. 4 സെക്കൻഡ് ഡിലേ കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോയി. ഞാൻ ജസ്റ്റ് ബാക്ക് പ്രസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ബാക്ക് പ്രസ് ചെയ്തപ്പോൾ ഈ കൃഷി എന്നുള്ള സാധനം സ്പ്ലാഷ് സ്ക്രീൻ അവിടെ വന്നു. പക്ഷെ ശരിക്കും അതിൻ്റെ പർപ്പസ് ഇല്ല. അതായത് ഈ ഒരു സ്പ്ലാഷ് സ്ക്രീൻ കാണിച്ച് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോയ ഉടനെ ഈ സാധനത്തെ നമുക്ക് ഒഴിവാക്കാം. അതായത് ഈ സ്റ്റാക്കിൽ നിന്ന് ഒഴിവാക്കാം, പിന്നെ കാണിക്കേണ്ട കാര്യമില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫിനിഷ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സാധനത്തിൻ്റെ ഇങ്ങനെ ഒരു ആൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. സോ ആ ഡിഫറൻസ് കാണാൻ ഒന്നും കൂടെ റൺ ചെയ്യാം. റൺ ചെയ്ത് ബാക്ക് അടിക്കുമ്പോൾ ആക്ച്വലി ആപ്പിൽ നിന്ന് എക്സിറ്റ് ആവുക വേണ്ടേ. ഓക്കെ, സോ ആക്ച്വലി ആപ്പ് റണ്ണായി. 4 സെക്കൻഡ് കഴിഞ്ഞ് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോയി. ബാക്ക് പ്രസ് ചെയ്യുമ്പോൾ ആപ്പ് ക്ലോസ് ആയി, സ്പ്ലാഷ് സ്ക്രീൻ കാണിക്കുന്നില്ല. സോ ദാറ്റ്സ് ദ പർപ്പസ് ഓഫ് ഫിനിഷ്. ഓക്കെ, സോ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്തു, ഒരു സിമ്പിൾ സ്പ്ലാഷ് സ്ക്രീൻ ആൻഡ്രോയിഡിൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. സോ നമ്മുടെ നെക്സ്റ്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു ലോഗിൻ സ്ക്രീൻ ഡിസൈൻ ചെയ്യണം. ഈ ഒരു ലോഗിൻ സ്ക്രീൻ ഡിസൈൻ ചെയ്യാം, നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസൈൻ ചെയ്യാം.